വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ CN ബാലകൃഷ്ണൻ നമ്പ്യാർ. അന്തരീക്ഷം യുദ്ധവാർത്തകളാൽ അസ്വസ്ഥമായിരിക്കെ അമൃതവചനങ്ങൾ പറയുക ദുഷ്കരം. അമൃതം എന്നാൽ മൃതം അല്ലാത്തത് എന്നാണല്ലോ. മരണമില്ലാത്തത്, അനശ്വരമായത്, കാലദേശങ്ങളെ അതിജീവിച്ച് നിലനിൽക്കുന്നത് എന്നെല്ലാം അർത്ഥം. വചനം അമൃതമാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നവയാണ് ഇതിഹാസകൃതികളിലെ ഇതിവൃത്തങ്ങൾ. ഏതു കാലത്തും പുതിയ വ്യാഖ്യാനങ്ങൾക്ക് സ്രോതസ്സുകളാണവ. ഭാരതീയ ഇതിഹാസങ്ങളായ രാമായണവും മഹാഭാരതവും അടിസ്ഥാനപരമായി യുദ്ധകഥകളാണ്. രാമരാവണ യുദ്ധവും കൗരവ പാണ്ഡവ യുദ്ധവും. യുദ്ധങ്ങളുടെ കാരണങ്ങളും ഗതിവിഗതികളും അനന്തര ദുരന്തങ്ങളുമാണല്ലോ രണ്ട് ഇതിഹാസങ്ങളുടെയും കേന്ദ്ര ഇതിവൃത്തം. ധർമാധർമ്മ സംഘർഷങ്ങളാണ് യുദ്ധകാരണങ്ങളായി വിവക്ഷിക്കപ്പെട്ടത്. ഇതിഹാസകാലത്ത് ബ്രഹ്മാസ്ത്രം, നാഗാസ്ത്രം, പാശുപതാസ്ത്രം എന്നിവയൊക്കെയാണെങ്കിൽ ഇന്ന് ബ്രഹ്മോസ്, മിസൈലുകൾ, ബോംബറുകൾ, ഡ്രോണുകൾ എന്ന വ്യത്യാസം മാത്രം. അന്ന് കവികൾ നിർവഹിച്ചത് ഇന്ന് വാർത്താമാധ്യമങ്ങൾ നിർവഹിക്കുന്നു. നാശനഷ്ടങ്ങളുടെ ദൃശ്യശ്രാവ്യ വർണ്ണനകൾ കായിക മത്സരങ്ങളുടെ തത്സമയ വിവരണങ്ങൾ പോലെ ആവേശഭരിതരായി സംപ്രേഷണം ചെയ്യുന്നു. എല്ലാം ധർമ്മ സംസ്ഥാപനത്തിനാണെന്ന് കച്ചവടക്കണ്ണുള്ള യുദ്ധക്കൊതിയന്മാരായ രാഷ്ട്രത്തലവന്മാർ അവകാശപ്പെടുന്നു. ജനം പക്ഷം ചേർന്ന് വിദ്വേഷം വമിക്കുന്ന കുറിപ്പുകൾ എഴുതി സാമൂഹിക അന്തരീക്ഷം മലീമസമാക്കുന്നു. ഒരു വിഭാഗത്തിന്റെ ധർമ്മം മറ്റുള്ളവർക്ക് അധർമ്മമായി തോന്നുന്നത് സാമാന്യ ജനങ്ങൾക്ക് ധർമ്മസങ്കടം ഉണ്ടാക്കുന്നു. മഹാഭാരതത്തിലെ അശ്വത്ഥാമാവിനെ നാണിപ്പിക്കുന്ന വിധം വിദ്യാലയങ്ങളിലെ നിഷ്കളങ്ക ബാല്യങ്ങൾ വധിക്കപ്പെടുന്നു. അപരിചിതരായ യുവാക്കൾ തങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത, തങ്ങൾക്ക് വിദ്വേഷമില്ലാത്ത അപരിചിതരെ വധിക്കുന്നു. നിരവധി പേർ നിരാലംബരും അംഗവൈകല്യമുള്ളവരും രോഗികളും എല്ലാം നഷ്ടപ്പെട്ടവരും ആവുന്നു. ഇങ്ങനെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് ധർമ്മം എന്ന് നമ്മെ വിശ്വസിപ്പിക്കാൻ ഉത്തരവാദികൾ ശ്രമിക്കുന്നു. ലോകത്തിനാകെ ശാന്തിയും ശ്രേയസ്സും ഉണ്ടാക്കുന്ന, തനിക്കും മറ്റുള്ളവർക്കും സന്തോഷമുണ്ടാക്കുന്ന കർത്തവ്യാനുഷ്ഠാനമാണ് ധർമ്മം. ധർമ്മം ഉദാത്തമായ ചിന്തയിലും കർമ്മവിശുദ്ധിയിലുമാണ്. ധർമ്മോ രക്ഷതി രക്ഷിത എന്ന തത്വം ഉദ്ഘോഷിച്ചിരുന്നവരാണ് നമ്മുടെ പൂർവികർ. ഒരുവന് നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധിയോർക്കണം, പരനു പരം പരിതാപമേകിടുന്നൊരെരി നരകാഗ്നിയിൽ വീണെരിഞ്ഞിടുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ ആത്മോപദേശ ശതകത്തിലെ ഈ വരികൾ ധർമ്മനിഷ്ഠയും അതിന്റെ അഭാവത്തിലുണ്ടാകാവുന്ന അനന്തര ദുരന്തവും പ്രതിപാദിക്കുന്നു. അമ്മ കൗസല്യ രാമനെ ആശീർവദിച്ചത് ധർമ്മസ്ത്വാം അഭിരക്ഷതു എന്നാണ്. ഭാരതയുദ്ധത്തിൽ അമ്മയോട് വിജയാനുഗ്രഹം തേടാനെത്തിയ ദുര്യോധനന് ഗാന്ധാരി നൽകുന്നത് യഥോ ധർമ്മസ്തതോ ജയ എന്ന സന്ദേശമാണ്. എന്നിട്ടും ഈ രണ്ട് യുദ്ധങ്ങളുടെയും പര്യവസാനമാവട്ടെ തീവ്രമായ ദുഃഖത്തിലും ദുരന്തത്തിലുമാണ്. സ്വപത്നിയെപ്പോലും പരിത്യജിക്കേണ്ടി വന്ന തീവ്ര ദുഃഖത്തിലാണ് രാമന്റെ അശ്വമേധം. മഹാഭാരതത്തിലെ യുദ്ധാനന്തര ദുരിതങ്ങൾ സ്വർഗാരോഹണ പർവ്വത്തിന്റെ അന്ത്യം വരെ തുടരുന്നു. ലോകസാഹിത്യത്തിൽ ഇതിനേക്കാൾ തീക്ഷ്ണമായി യുദ്ധത്തിനെതിരായ മറ്റേതെങ്കിലും സൃഷ്ടികളുള്ളതായി അറിവില്ല. യുദ്ധം മനസ്സുകളിലാണ് ആരംഭിക്കുന്നത്. ഭരണാധികാരികളുടെ ഈഗോ, അഹന്ത മുഖ്യ കാരണമാണ്. ദുരയും അധീശത്വം സ്ഥാപിക്കാനുള്ള അഭിനിവേശവുമാണ് എല്ലാ യുദ്ധങ്ങളുടെയും ഹേതു. യുദ്ധക്കൊതിയന്മാരുടെ ക്രോധം ലോകത്തെയാകെ സർവനാശത്തിലേക്ക് നയിക്കുന്നു. യുദ്ധരഹിതമായ ഒരു ലോകമുണ്ടാവട്ടെ എന്ന് നമുക്ക് ആശിക്കാം. എല്ലാ യുദ്ധങ്ങളും അവസാനിക്കട്ടെ. അഹിംസ പരമോ ധർമ്മ. ഡോക്ടർ CN ബാലകൃഷ്ണൻ നമ്പ്യാർ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.